നമസ്കാരം. വൈഎസ് ശർമിളയുടെ പടയോട്ടത്തിൽ ആടിയുലയുകയാണ് സഹോദരൻ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഗവൺമെന്റ്. ആന്ധ്രാപ്രദേശ് കോൺഗ്രസ് പ്രസിഡന്റ് വൈഎസ് ശർമിളയും 40ഓളം പാർട്ടി നേതാക്കളും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ചെയ്യുന്നതിനിടെ അറസ്റ്റ് ചെയ്തതാണ് ആന്ധ്രയെ പ്രക്ഷുബ്ധമാക്കിയത്. സംസ്ഥാനത്തെ തൊഴിൽ രഹിതരായ യുവാക്കളുടെ ദുരവസ്ഥ ഉയർത്തിക്കാട്ടി പാർട്ടി നൽകിയ സെക്രട്ടേറിയറ്റ് മാർച്ച് ആഹ്വാനമാണ് ശർമിളയുടെയും നേതാക്കളുടെയും അറസ്റ്റിൽ കലാശിച്ചത്. പ്രതിഷേധം തടയാൻ വൻ പോലീസ് സന്നാഹം വിന്യസിക്കുകയും ശർമിള ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യുകയും മംഗളഗിരി ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തു. 2 മണിക്കൂറിന് ശേഷമാണ് ഇവരെ വിട്ടയച്ചത്. പോലീസ് സ്റ്റേഷന് പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ശർമിള കോൺഗ്രസ് പ്രതിഷേധത്തെ പരാജയപ്പെടുത്താൻ പോലീസ് നടത്തിയ ബലപ്രയോഗത്തെ അപലപിച്ചു. സംസ്ഥാനത്തെ യുവാക്കൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ഉയർത്തിക്കാട്ടുന്ന നിർദ്ദിഷ്ട പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത് തടയാൻ ബുധനാഴ്ച ഉച്ച മുതൽ സംസ്ഥാനത്തുടനീളമുള്ള കോൺഗ്രസ് നേതാക്കളെയും അണികളെയും പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ തുടങ്ങിയെന്ന് അവർ ആരോപിച്ചു. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനു മുന്നേ തന്നെയും അറസ്റ്റ് ചെയ്യാൻ പോലീസ് മുതിർന്നേക്കാം എന്ന കണക്കുകൂട്ടലിൽ തലേന്ന് രാത്രി തന്നെ വിജയവാഡയിലെ പാർട്ടി ഓഫീസായ ആന്ധ്ര രത്നഭവനിൽ എത്തിയ ശർമിള രണ്ടും കൽപ്പിച്ചാണ് സമരത്തിനിറങ്ങിയത്. ആന്ധ്ര പോലീസിന്റെ ഈ വേട്ടയാടൽ പാർട്ടി നേതാക്കളെയും അണികളെയും പ്രകോപിതരാക്കിയതോടെ പ്രക്ഷുബ്ധമായാണ് മാർച്ച് ആരംഭിച്ചത്. പാർട്ടി നേതാക്കൾ വരുന്നതും പോകുന്നതും തടയാൻ വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ആന്ധ്ര രത്നഭവന് പുറത്ത് വൻ സന്നാഹവുമായി നിലയുറപ്പിച്ച പോലീസ് പാർട്ടി ഓഫീസിന് വരിഞ്ഞു മുറുക്കിയിരുന്നു. മാർച്ചിന് വേണ്ടി പുറത്തിറങ്ങാൻ കഴിയാതെ ശർമിളയുടെ നേതൃത്വത്തിൽ പാർട്ടി നേതാക്കൾ വീടിനുള്ളിൽ തറയിൽ കുത്തിയിരുന്ന് തൊഴിൽ രഹിതരായ യുവാക്കളുടെ ദുരിതങ്ങളോടുള്ള സർക്കാരിൻ്റെ നിസ്സംഗതയ്ക്കെതിരെയും ഒഴിവുള്ള 25,000 അധ്യാപക തസ്തികകൾ നികത്തണമെന്നാവശ്യപ്പെട്ടും വാഗ്ദാനം ചെയ്ത മെഗാ DSC അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടും മുദ്രാവാക്യം വിളിച്ചു. സമരക്കാരെ ഓഫീസിന് പുറത്തു കടക്കാൻ പോലീസ് അനുവദിച്ചില്ല. പോലീസിന്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ച് ശർമിള മുഖ്യമന്ത്രി വൈഎസ് ജഗൻമോഹൻ റെഡ്ഡിയുടെ സർക്കാർ ഞങ്ങളെ ഭയപ്പെടുന്നുവെന്നും ഇപ്പോൾ ഞങ്ങൾക്ക് ചുറ്റും ആയിരക്കണക്കിന് പോലീസുകാരാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നും ഓഫീസിന് പുറത്ത് സ്ഥാപിച്ച ബാരിക്കേഡുകൾ ചൂണ്ടി പറഞ്ഞു. ആന്ധ്രാപ്രദേശ് പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേന വിവിധ സർക്കാർ വകുപ്പുകളിലായി ഒഴിവുള്ള 2.4 ലക്ഷം തസ്തികകൾ നികത്തുമെന്ന് അധികാരത്തിൽ വരുന്നതിനു മുമ്പ് ജഗൻമോഹൻ റെഡ്ഡി വാഗ്ദാനം ചെയ്തിരുന്നതായി സംസ്ഥാന കോൺഗ്രസ് മേധാവി പറഞ്ഞു. 5 വർഷമായിട്ടും വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ലെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷമായി ഈ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലില്ലാത്ത യുവാക്കൾ കോച്ചിംഗ് സെന്ററുകളിൽ പണം ചെലവഴിച്ചത് മുഴുവൻ വെറുതെയായെന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ യുവാക്കൾക്ക് നീതി ലഭിക്കുന്നതിനായി പോരാടാൻ ഉറച്ച കോൺഗ്രസിന് സെക്രട്ടേറിയറ്റിൽ ഒരു നിവേദനം സമർപ്പിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലെന്ന സ്ഥിതിയാണ് ആന്ധ്രയിലുള്ളത്. ഇതാണോ ജനാധിപത്യം എന്ന ചോദ്യം അവർ ഉന്നയിച്ചു. അനന്തരം രത്നഭവന് പുറത്ത് ശർമിള സെക്രട്ടേറിയറ്റിലേക്കുള്ള വഴിമധ്യേ സ്വർണ്ണ പാലസ് ജംഗ്ഷനിൽ മനുഷ്യച്ചങ്ങല സൃഷ്ടിക്കുകയും ജഗൻമോഹൻ റെഡ്ഡിക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഈ സമരത്തോടെ കോൺഗ്രസിലേക്ക് തിരിച്ചു വന്ന ശർമിള സഹോദരൻ ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണ്. ഒരു കാലത്ത് കോൺഗ്രസ് കോട്ടയായിരുന്ന ആന്ധ്രാപ്രദേശ് തിരിച്ചുപിടിക്കാൻ ശർമിളയെ നിയോഗിച്ച തീരുമാനം ശരിവയ്ക്കുന്ന പ്രകടനമാണ് അവർ നടത്തുന്നത്. ഇത് ജഗൻമോഹൻ റെഡ്ഡിയുടെ അപ്രമാദിത്വത്തിന് അന്ത്യം കുറിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.